friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഞണ്ട് മസാല, അതായത് ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ക്രാബ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ ഞണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ഇങ്ങനെ കമിഴ്ത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞണ്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഞണ്ട് കുക്ക് ചെയ്യാറുള്ളത്. ആദ്യം ഒന്ന് ഹീറ്റാക്കി എടുക്കും. 2 ഭാഗം തിരിച്ചും മറിച്ചും വെച്ചിട്ടൊന്ന് ഹീറ്റാക്കി എടുത്തിട്ടാണ് പിന്നീടാണ് ഇത് വൃത്തിയാക്കി എടുക്കാറുള്ളത്. ഓക്കെ, ഞാൻ അങ്ങനെ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തതെന്നൊക്കെ. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അധികം പണിയൊന്നുമില്ല, ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഓരോ ലെഗ്സൊക്കെ നമുക്ക് മാറ്റിയിട്ട് ആ വലിയ ലെഗ്സൊക്കെ നമ്മൾ എടുക്കും കേട്ടോ. അങ്ങനെ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഞാനതങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ആദ്യം ഒന്ന് നല്ല തീയിൽ ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിം വെക്കുക. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് സാവധാനം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ, ക്രാബ് ഫ്രൈ അല്ലെങ്കിൽ ക്രാബ് റോസ്റ്റ് എങ്ങനെ വേണേലും പറയാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനില്ല എല്ലാ ഭാഗത്തും അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്രാബ് റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട്. വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.